ഭൂമി ഉരുണ്ടതാണോ എന്നാ ഉരുണ്ടത്. ഇനി പരന്നാണെന്ന് ഒരാൾ പറഞ്ഞാൽ അയാളെ കൊല്ലുക. എന്നിട്ട് പരന്നാണെന്ന് എല്ലാവരും വിശ്വസിക്കും. അപ്പോൾ ഉരുണ്ടാകുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അയാൾ കൊല്ലും. ഇതാദ്യം പരന്നാന്നല്ലേ പറഞ്ഞിരുന്നല്ലേ. ഭൂമി ഉരുണ്ടതാണെന്ന് ഒന്ന് പറഞ്ഞ ആളെ കൊന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരെയും കൊല്ലണ്ടേ അല്ലേ? ഇനിയിപ്പോൾ പരന്നാന്ന് ഒരാൾ ഒന്ന് പറഞ്ഞാൽ അയാൾ കൊല്ലുമോ? ഉണ്ട്. അവരെ നമ്മൾ വിശ്വസിക്കില്ലല്ലോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലലല്ലേ നടക്കുള്ളൂ. ഈ പരന്നാണോ ഉരുണ്ടാണോ എന്ന് കാണാൻ ആരെങ്കിലും ഭൂമിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. പറ്റുമോ? നാസാന്ന് പറയരുത് കേട്ടോ. ഇല്ല. ഇവിടുത്തെ ഒരു ചെറിയൊരു കാര്യം, നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഒരു കിലോ ആപ്പിൾ ഇരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടാലേ വിശ്വസിക്കുള്ളൂ. എല്ലാവരും വിശ്വസിക്കുമോ? അതൊക്കെ കണ്ടാലല്ലേ നമ്മൾ എല്ലാ കാര്യം വിശ്വസിക്കുള്ളൂ. പിന്നെ ഈ കാണാതെ ഭൂമി നിങ്ങൾ വിശ്വസിക്കുന്നത്. സാറ്റലൈറ്റ് എവിടെയുണ്ട്? നിങ്ങൾക്ക് ഈ കപ്പ് കാണുന്നില്ലേ? കപ്പ് ഫോക്കസ് ഈ കപ്പ് ഈ ഫോക്കസിൽ കാണണമെങ്കിൽ എത്ര ദൂരം പോകണം? കപ്പിന്ന് കപ്പ് ഇങ്ങനെ കാണാൻ പറ്റണ്ടോ ഫുള്ളായിട്ട്? ഇത്ര പോകണ്ടേ? അപ്പോൾ ഭൂമിനെ ഫുൾ വട്ടത്തിൽ കാണണമെങ്കിൽ എത്ര ദൂരം പോകണം? എത്ര കിലോമീറ്റർ പോകണം? സഞ്ജയ് ടെക്നോളജി പറ. എത്ര ദൂരം പോകണം? എത്ര ദൂരം പോകേണ്ടി വരും? അത്രയും ദൂരം പോയി കഴിഞ്ഞാൽ ഭൂമിനെ കാണാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആകാശത്ത് നോക്കുമ്പോൾ എല്ലാ ഗ്രഹവും കാണണ്ടേ? അത്രയും ദൂരത്ത് പോയിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കണത്? അതൊക്കെ ആര് വിടാനാകെ ഫോട്ടോ? ക്യാമറ. ഇതൊരു ഇമാജിനേഷൻ ചിത്രമാണ് വട്ടത്തിലുള്ളത്. നിങ്ങളതൊക്കെ വിശ്വസിച്ചിരിക്കണം. നമ്മൾ ഇവിടെ നിന്ന് ഒരു റോക്കറ്റ് വിടാനുള്ള ചിലവ് എന്താണെന്നറിയോ? വിട്ടും ഞാൻ പറഞ്ഞ റോക്കറ്റ് വിടാൻ ചിലവ് എന്താണെന്നറിയോ? എന്തോരം കാലത്തെ കഷ്ടപ്പാടുണ്ട്. എല്ലാം ഉണ്ടാക്കി സെറ്റ് ചെയ്ത് കത്തിച്ച് പിന്നെ 10 വരെ ഒരാൾ എണ്ണും വേണം, അല്ലെങ്കിൽ 10 മുതൽ 1 വരെ. ഇത് കഴിഞ്ഞിട്ട് സാധനം കത്തി അവിടെ നമ്മൾക്ക് തുമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് ആ തുമ്പ് പിന്നെ ആരെങ്കിലും തിരിച്ചു വിടണം. വരും. ഈ പോയ പിന്നെ ആൾ പിന്നെ ഏത് വണ്ടിയിൽ തിരിച്ചു വരുന്നത്? മുകളില് അവിടുന്ന് അവരെ പറയുന്നില്ല. ഇത്രയും വലിയ തന്നാൻ വേണം ഇവിടുന്ന് ആ റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിടാൻ. ഏത് ഭൂമിയുടെ ഈ ഉപരിതലം വേദിച്ച് അതിൻ്റെ ഈ ഭ്രമണപഥം വേദിച്ച് സ്പേസിലെത്തി പിന്നെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ കടന്ന് ചന്ദ്രനിൽ ഇറങ്ങിയ സാധനം ഇത്രേ ഉള്ളോട്ടാ. പിന്നെ അവിടെ നിന്നൊരു കൈ തള്ളാൻ പോലും ആരുമില്ല. കാര്യം 2 വ്യക്തികളല്ലേ പോയിട്ടുള്ളൂ. ആരും നീൽ ആംസ്ട്രോങ്ങും മറ്റേ മച്ചാനും. ഒരാൾ തള്ളിയെന്ന് വിചാരിക്കാം. അവിടെ നിന്ന് എന്ത് പ്രഷറിൽ ഈ സാധനം തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ വരണത്? ഏത് ബെൽറ്റ് അല്ല ഇത്രയും സാധനം എനർജി വേണ്ട കത്തി തീർന്ന് അപ്പുറത്തേക്ക് വരാൻ. അങ്ങനെ കത്താതെ വരികയാണെങ്കിൽ പിന്നെ എന്തിനാ ഇവിടുന്ന് ഇത്രയും നന്നാകും? ഇതേ ഐഡിയ തന്നെ ഇവിടുന്ന് ഉപയോഗിച്ചോ? ഇതില് അതിലേ ആ തുമ്പ് മതി ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ അത് ഉപയോഗിച്ചാൽ മതിയില്ലേ? ഇവരുടെ ഈ പൊറോട്ട കഥ നമ്മളല്ലാതെ ആരെങ്കിലും വിശ്വസിക്കുമോ? നമ്മൾ ഇവിടുന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയ അമ്മാവനാണ് പെണ്ണിൻ്റെ വീട്ടിൽ ആദ്യം കാലുകുത്തിയെന്ന് പറയുമോ? പെണ്ണിൻ്റെ വീട്ടിൽ എല്ലാവരും എത്തി എന്നല്ലേ പറയുള്ളൂ. 2 പേരോട് ചന്ദ്രനോട്ട് ആദ്യം നീലാംസ്ട്രോങ് കാലുകുത്തി എന്ന് പറയുമോ? ആരും ഉദ്യോഗത്തി 2 പേരും ഒരുമിച്ചല്ലേ? 2 വണ്ടിക്കാണോ? ആണാ? ആ കഥ എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിച്ചത്? നീലാംസ്ട്രോങ് ആദ്യം കാലുകുത്തി മറ്റേ ബാത്റൂം പോയിക്കായിരുന്നു. എന്തൊരു ബ്ലണ്ടർ കഥയാണ്. അതിനുശേഷം ഒരിടത്തിനും പോയിട്ടില്ല. മതി എന്ത് പോകുന്നത്? പിന്നെ ബസ്സിന് ആളെ കൊണ്ടുപോയിരുന്നല്ലോ അന്ന് പോയിരുന്നെങ്കിൽ. അന്ന് പോയി 2 പേരെ വിട്ടെങ്കിൽ ചെറുതിലോട്ടാണ് ഇങ്ങനെ സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ അങ്ങനെ നമ്മൾ കുറേ കാലം വിശ്വസിച്ചല്ല. അപ്പോൾ അതിനൊരു സാച്ചുറേഷൻ പോയിന്റ് ആയി വിശ്വസിക്കാൻ. അങ്ങനെ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യവും കിട്ടുന്നില്ല. ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അഭിനയം കാണിക്കണത് മൊത്തം എല്ലാ എക്സ്പീരിയൻസുകളൊന്നും എല്ലാ പ്രവർത്തനങ്ങളൊന്നുമാണ്. അത് മനുഷ്യന്മാരുടെ ഇടപെടലുകൾ, എല്ലാ ചെയ്തികളും, എല്ലാ ദുശീലങ്ങളും ശീലങ്ങളും ഒക്കെ എല്ലാത്തിൽ നിന്നാണ് ഒരു ആക്ടർ ഉണ്ടാവുന്നത്. അല്ലാതെ ഒരൊറ്റ സ്ഥലത്തുനിന്ന് മാത്രമായിട്ട് ഉണ്ടായി വരുന്നതല്ല ആക്ടർ. ഇപ്പോൾ ക്യാമറ ഉണ്ടാക്കണ പോലത്തെ സാധനമല്ല. ക്യാമറ ഉണ്ടാക്കണ മനുഷ്യൻ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ട്രാവൽ ചെയ്ത് അതൊന്നൊക്കെ ട്രാവൽ ചെയ്ത് എങ്ങനെയൊക്കെ നടക്കാവുന്നു, എങ്ങനെയൊക്കെ ചാടാവുന്നു, എല്ലാ പരിപാടികളും കഴിഞ്ഞ് അതിൽ നിന്നൊക്കെയാണ് ഒരു ആക്ടർ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അയാൾക്കത് റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പറ്റുന്നത് അതുകൊണ്ടായിരിക്കും. അല്ലാതെ ഒരു ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നവന് വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് ചെയ്യാൻ. നേരത്തെ ഷൈൻ പറഞ്ഞപ്പോൾ മറ്റുള്ള ആക്ടേഴ്സിനെ ഒബ്സർവ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ഫഹദിന് ഒരുപക്ഷെ ഡാൻസ് കുറച്ച് വഴങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകും, കോമഡി സെൽഫ് അസസ് ചെയ്യുമ്പോൾ ഷൈനിന് അങ്ങനെ എന്തെങ്കിലും ലിമിറ്റേഷൻ ഉള്ളത്? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്താണ്? എൻ്റെ പ്രൊണൗൺസിയേഷൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സൗന്ദര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്ര സൗന്ദര്യം ഇല്ലായ്മ. പിന്നെ എൻ്റെ കാഴ്ച കുറച്ച് പ്രശ്നക്കാരനും കുറച്ച് എക്സെൻട്രിക് ആയിട്ട് തോന്നില്ലേ, അതിൻ്റെ ലിമിറ്റേഷൻ ആയിരിക്കാം. ഇതൊക്കെ കാഴ്ചയ്ക്ക് തോന്നലുകളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഡാൻസ് ചിലപ്പോൾ കളിക്കാൻ ഡാൻസ് കളിക്കും, ഇടി കൊണ്ടു സമയത്ത് ഇടി കൂടും. പെൺകുട്ടീനായിട്ടുള്ള സിനിമ പെൺകുട്ടിയുടെ തന്നെ ചെയ്യും, ഇമോഷണലായിട്ട് ചെയ്യാനാണെങ്കിൽ ചെയ്യും. ഇതൊക്കെ ശരിയാവും കറക്റ്റാണെന്നുള്ളതല്ല. ഇത് കഥയും കഥാപാത്രങ്ങളും ഒക്കെ കറക്റ്റായിട്ട് വരുന്ന സമയത്തേ വർക്കാവുള്ളൂ, അല്ലാതെ എല്ലാത്തിനും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ കോമഡി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മളിങ്ങനെ പറയാനോണ്ട് ശരിയാവില്ല തോന്നുന്നു. ഇതൊരു കഥാപാത്രമായിട്ട് വരുമ്പോഴേ ശരിയാവുള്ളൂ. ഇപ്പോൾ ഒരു കഥാപാത്രത്തിന് വേണ്ടത് അതിൻ്റെ ബോഡി ലാംഗ്വേജാണ്. അയാൾക്കത് അറിയണം എന്നുള്ളതല്ല. ഇപ്പോൾ ലാലേട്ടൻ ഒരു ഹാർമോണിയം വായിക്കുമ്പോൾ ഹാർമോണിയക്കാരനെ പോലെ ഇരിക്കില്ലേ? ലാലേട്ടൻ അങ്ങനെ ഹാർമോണിയം വായിക്കാറില്ലല്ലോ. അതുകൊണ്ട് ഹാർമോണിയക്കാരനും ആവില്ലല്ലോ, പാട്ട് സംഗീതം വരില്ലല്ലോ. നമുക്ക് വയലിൻ പിടിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയില്ല, വയലിൻ വായിക്കാറില്ല. നമുക്ക് പല ആക്ടേഴ്സും അറിയില്ല. ഇപ്പം ലിസീന് താളോട്ടത്തിൽ ഗിറ്റാർ പിടിക്കാനുണ്ടാ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയില്ല ആദ്യമായിട്ടാണ് ഗിറ്റാർ എടുക്കണത്. അതേപോലെ ഒരു ബൈക്ക് ഓടിക്കുമ്പോഴാണെങ്കിലും കാർ ഓടിക്കുമ്പോഴാണെങ്കിലും ഒരു പെൺകുട്ടിയുടെ നിന്ന് അടുത്ത് വർത്തമാനം പറയുമ്പോഴാണെങ്കിലും ഒക്കെ ലാലേട്ടനിലും കമലഹാസനിലുള്ള ആ ഒരു ഒഴുക്ക് നമുക്കതിൽ കാണാൻ പറ്റില്ല. കമലഹാസൻ ഒരു സ്ത്രീയുമായിട്ട് അഭിനയിക്കുമ്പോഴുള്ള ആ ഈസിനെസ് നമുക്ക് വേറെ ആക്ടേഴ്സിൽ കാണാൻ പറ്റില്ല. മോഹൻലാൽ സ്ത്രീയുമായിട്ട് അഭിനയിക്കുമ്പോഴുള്ള ഈസിനെസ് നമുക്കതിൽ കാണാൻ പറ്റില്ല. പക്ഷെ ആ ഈസിനെസ് അല്ല ഒരു ആക്ടറിനെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് കൂടി മമ്മൂക്ക മോഹൻലാലിനായിട്ട് മത്സരിച്ച് ഇങ്ങനെ അതിന് മുന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്യാരക്ടേഴ്സിൻ്റെ ബലത്തിൽ. ഞാൻ പറയുന്നത് മൊത്തം എല്ലാ രീതിയിലും ഒരു പേടിയില്ലാത്ത അല്ലെങ്കിൽ എന്തും വഴങ്ങുന്നു എന്ന് പറയുന്നത് ലാലേട്ടനായിരിക്കാം. അതില്ല എന്നുള്ള അതിന് പെർഫോം ചെയ്ത് അങ്ങോട്ട് എത്താം പിള്ളയാ. പക്ഷെ ഈസി ആയിട്ട് വരില്ല. മമ്മൂക്ക ഡാൻസ് കളിക്കും, പക്ഷെ ഈസി ആയിട്ട് വരില്ലല്ലോ. പക്ഷെ ഡാൻസ് കളിച്ചുകൊണ്ട് നന്നായി കളിച്ചുകൊണ്ട് ആക്ടർ ആവില്ലല്ലോ. മമ്മൂക്കയല്ല ഇപ്പോൾ കൂടുതൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. ലാലേട്ടൻ സ്റ്റാറായില്ലേ. അപ്പം എല്ലാം വഴങ്ങുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആക്ടറിനേക്കാൾ കൂടുതൽ സ്റ്റാറാവും. സ്റ്റാറായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പടത്തിലും സ്റ്റാറായിട്ടല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. കിരീടത്തിൽ സേതുമാധവൻ നമ്മുടെ കിരി കടൻ ജോസിനെ ഇടിച്ചു തോൽപ്പിക്കുന്നു ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഓടിക്കോളാനാ പറഞ്ഞു അവിടെ നിന്ന് കിരിക്കാടിനെ ഇടിക്കാൻ പോണ സമയത്ത് ഓടിക്കോ സേതുമാധവ. പക്ഷെ ഇപ്പോൾ വരുമ്പോൾ നമുക്ക് അറിഞ്ഞൂടെ എല്ലാവരും ഇടിച്ചു തോൽപ്പിക്കുന്നു. അതുകൊണ്ടല്ലേ ബീസ്റ്റിൽ വിജയ് എല്ലാ തീവ്രവാദികളും ഒറ്റയ്ക്ക് കൊന്ന്, അത് പോരാണ്ട് പാകിസ്ഥാനിലുള്ളവരും കൊന്നു. തലയുള്ള പേന പോലും കൊല്ലാൻ പറ്റില്ല ഒരാൾക്ക് ഒറ്റയ്ക്ക്. ജയിലിൽ നിന്ന് സമയത്ത് തോണ്ടിക്കഴിഞ്ഞാൽ പേന എന്തായാലേ. എന്നിട്ട് അടുത്ത വീട്ടിലെ പെങ്ങന്മാരും കസിൻസൊക്കെ വന്നിട്ടാണ് മുട്ടി തീർത്ത്. എന്നിട്ടും തീരാത്ത ബാക്കി ചീരിയിട്ട് ചകിരിയിട്ട് അടുപ്പ് കൊണ്ട് കറച്ചു.